ഇടയിൽ കൂടെ പാലം പൊള്ളി. അങ്ങ് ദൂരം മലനിരക, അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദി, ആ നദിക്ക് കുറുകെ പോകുന്ന തൂക്കുപാലം. ഇന്ത്യ നേപ്പാൾ ഭൂട്ടാനും കറങ്ങി. ബംഗ്ലാദേശ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ ബൈ. ഹായ് 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 ചെയ്യുമ്പോഴേക്ക് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ് അല്ലേ. പോകുന്ന വഴിക്ക് ധാരാളം വാട്ടർഫാൾസ് ഉണ്ട്, വ്യൂ പോയിന്റുകളുണ്ട്, കാഴ്ചകൾ ഒരുപാടുണ്ട്. കാണാൻ കാഴ്ചകളേ ഉള്ളൂ. കണ്ട കാഴ്ചകളിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്. ഓരോ നിമിഷവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാത്ത. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിരിക്കണം. ഇവിടെ നമുക്ക് ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ട്. 15 കിലോമീറ്ററോളം പോയിട്ട് ട്രക്കിങ് കാര്യമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെ കറക്റ്റ് എനിക്കറിയില്ല. നമുക്ക് അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. ഇപ്പം തന്നെ സമയം ഇവിടെ 12 മണി കഴിഞ്ഞു. അപ്പോൾ അത്രയും സമയമായ സ്ഥിതിക്ക് നമുക്കാണ് ഇവിടെ നേരത്തെ ഇരുടാവുന്നൊരു വിഷയം കൊണ്ട് അവിടെ എത്തി. ഇവിടെ ഏകദേശം ഈ ഒരു റോഡല്ലേ, ഇതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് പോകണം. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടുന്ന് നോർമലി കാണിക്കുന്നത് തന്നെ 35 മിനിറ്റാണ്, വെറും 15 കിലോമീറ്ററിന്. അപ്പോൾ അതിനേക്കാൾ വരുമായിരിക്കാം എന്തോ. നമുക്ക് പോയി നോക്കാം. ടൗണും കഴിഞ്ഞ് ഈ സ്വാറ ടൗണാക്കി മനസ്സിലായോ? നമ്മൾ മറ്റേ ജാക്കറ്റ് തിരഞ്ഞു വന്നില്ല, നമ്മൾ ആ ടൗണാണ്. ഇറങ്ങല്ലേ. നമ്മളിവിടെ പോകുന്ന വഴിയിൽ തന്നെ ആണ് നൊക്കാലിക്ക വാട്ടർഫാൾസ് ഉള്ളത്. നൊക്കാലിക്ക വാട്ടർഫാൾസ് എടുത്തിട്ട് പോയാലോ ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മള് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയം ഇതിലെ തന്നെയാണ് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്ന് കാറ്റിക്ക് പോയതാ. ഇത് വരുമ്പോൾ എടുക്കാന്ന് കരുതി. അതുവരെ നമ്മൾ ഇതിലല്ലെങ്കിലോ വരിക വേറെ റൂട്ടോ ചിലപ്പോൾ. ഇതിലല്ലെങ്കിൽ നമ്മൾക്ക് ഏകദേശം 15 കിലോമീറ്റർ അല്ല 20 കിലോമീറ്റർ അടുത്തേക്ക് ഇവിടെ 4 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നഷ്ടമാണ്. ഇത് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു വിഷയമല്ല. ഇത് അത്യാവശ്യം വലിയൊരു വാട്ടർഫോളാണ്. ഇവിടെ 1 വേ റൂട്ടാണ്, കാരണം കുറച്ച് കയറ്റമൊക്കെയാണ്. പിന്നെ ഈ സഹാറ എന്ന് പറയുന്ന ആ ഒരു ടൗണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണിത്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഏരിയ. പച്ചപ്പ് കുറവാണ്, പക്ഷേങ്കില് എന്താ പറയാ നല്ല ഭംഗിയുണ്ട് കാണാന്. ഇത് ഒരു ഉണക്കമാണ്, ഉണക്കപ്പുല്ല്. ഉണക്കപ്പുല്ല് ഉണക്കപ്പുല്ല്, ചെറിയ വഴി, നല്ലൊരു ഫീലാണ്. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. അവിടെ ആ വണ്ടി വരുന്നുണ്ടാവും, നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു കയറ്റ് അതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വീടുകളാണ് അല്ലേ. ബിൽഡിങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്, ഒറ്റ കിടക്കുന്നത്. ഇതൊക്കെ വീടായിരിക്കാം. നൊക്കാലിക്ക ഫാൾസ് സംഭവം അത്യാവശ്യം നല്ല വലിയ ഫാൾസും ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു ഫോളാണ്. കാരണം ഇവിടുത്തെ ഉണ്ടാവും നൊക്കാലിക്ക ഫാൾസ്. അതായത് ഇവിടുത്തെ സൈൻ ബോർഡിന്റെ കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഒരു പ്രധാന വഴിയാണ് ഈ ഒരു വഴി. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു വഴിയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് പോകുന്നതിൽ എന്താ പറയാ, ചില ആളുകൾക്കൊന്നും ചിലപ്പോൾ ഈ വാട്ടർഫാൾസ് കുറെ കണ്ടു കഴിഞ്ഞാൽ മടുപ്പ് വരും. പക്ഷേ നമുക്കിത് കാണാതിരിക്കാൻ വയ്യ. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ഇത്ര ദൂരം റിസ്ക് എടുത്ത് വന്നിട്ട് അതെ നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും. ഒരു വ്യൂ എല്ലായിടത്തും നല്ല ഫ്രെയിമാണ് അല്ലേ. വെറും ഫ്രെയിമുകൾ മാത്രം, നല്ല ലുക്കാണ്. കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ നൊക്കാലിക്കയുടെ പാർക്കിംഗ് ആണ് തോന്നുന്നുള്ളത്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കതിന് അടുത്തേക്കൊന്ന് പോയേക്കാം. അടുത്തേക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കുറച്ചും കൂടി അതിൽ അങ്ങനെ പോകണം നടക്കാണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ എല്ലാവരും നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഇതാ നോക്കിക്കണം. ഇതെന്താണ് സംഭവം അല്ലേ. ഇവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആവാനാണ് സാധ്യത അല്ലേ. നല്ലൊരു വ്യൂ പോയിന്റ്. മോനെ വാട്ടർഫാളോ? ഇത് നിസ്സാരല്ലേട്ടാ. നൊക്കാലിക്ക വാട്ടർഫാൾസ് ഇത് നമ്മൾ തന്നെയാണ് നേരത്തെ വരുന്നുണ്ട്. എന്തായാലും സ്ലോ മോഷനിൽ ചാടുന്ന പോലെ വെള്ളം അല്ലേ. സൂപ്പർ വ്യൂ ആണ്. വെറുതെ അല്ല എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടാ.
നമ്മൾക്കിപ്പോഴുള്ള കാര്യം മനസ്സിലായത് അതവിടെ ചടിയിട്ട് അതിലങ്ങനെ ഈ ഒരു മലഞ്ചെരുവിലൂടെ ഒലിച്ച് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ അല്ലേ ഗൈസ്? എങ്ങനെയുണ്ട്? ഇത്രയും കാഴ്ചകൾ കണ്ടിട്ട് ഞാനതാണ് വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങളെങ്ങനെ ഈ യാത്ര ചെയ്യാതിരിക്കുന്നതാണ്. എല്ലാവരും യാത്ര ചെയ്യുവേൻ. സാധാരണ ഇതിന് ചോട്ടിക്ക് പോകാൻ പറ്റുന്നൊരു ഗ്യാപ്പ് ഉണ്ട്, പോകാൻ പറ്റേ. അത് ട്രക്കിംഗ് ഉണ്ട്. അവിടേക്ക് നിൽക്കണം, അതുവഴി അങ്ങനെ പോകണം. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയില്ലേ, ഇനി നമുക്ക് ട്രക്കിങ്ങിൻ്റെ ഏരിയക്കും പോയി നോക്കാം. ട്രക്കിംഗ് ഉണ്ട്, ഇതിൻ്റെ താഴത്തേക്ക് പോകാൻ പറ്റും. ഇനി താഴത്ത് പോയിട്ട് കാഴ്ച കാണാം. അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ അതിലെ പോകണം. പോയി നോക്കല്ലേ, നമുക്കറിയാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി വണ്ടി കൊണ്ട് പോകാൻ പറ്റുമൊക്കെ അറിയില്ല, പക്ഷെ വണ്ടി എടുക്കാതെയാണ് നമ്മൾ പോകണം. കച്ചവടങ്ങളൊക്കെ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ കരകൗശല വസ്തുക്കൾ, വണ്ടിമ തൂക്കാനുള്ള ഐറ്റംസ്. ഇവിടുത്തെ ആളുകൾ വളരെ ഫ്രണ്ട്ലി ആട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവരോടൊന്നും അവർ ദേഷ്യപ്പെട്ടാലും അവർ ചിരിച്ചേ കാണിക്കുള്ളൂ എന്നാ അല്ലേ? അത്ര സിമ്പിളായിട്ടുള്ള ആളുകൾ. ഇനി ഇതുവഴി നക്കാലിക്ക ഫാൾസ്, നമുക്കിനി ഇതിന് മുകളിൽ ട്രക്കിങ് പറ്റുമോ എന്തൊക്കെ അറിയില്ല. ഇതിനകത്ത് കൂടെ അങ്ങനെ പോകണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതായത് വണ്ടി കൊണ്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ 500 രൂപ ഫൈനാണ്. യാതൊരു ദയല്ല. ഇവർ നമ്മളെ പറഞ്ഞ് പോരുന്നൊരു വഴി, ഏതൊരു വഴി പേച്ച് കഴിഞ്ഞാൽ അതിലൂടെ അവിടെ എഴുതിയിരിക്കണം നോ എൻട്രി. അതിൽ കയറി കഴിഞ്ഞാൽ എത്ര ഫൈൻ അറിയാം? 10,000. അപ്പോൾ കയറ വെള്ളത്തിൻ്റെ ക്ലിയർ. അയ്യോ, എന്താണ് ഈ കാണുന്നത്? ഇത്രയും സുന്ദരമായി. ശരിക്കും അവിടെ നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ വ്യൂ ഇവിടെ അല്ലേ അല്ലേ? സംഭവം താഴത്തേക്ക് അധികം അവിടെ ആളുകളെ കാണാമല്ലോ അല്ലേ? അപ്പം അങ്ങോട്ട് ട്രക്കിങ് ഇല്ല, മേൽഭാഗത്തേക്കാണ് ട്രക്കിങ് ഉള്ളത് അല്ലേ? അല്ലാന്നാണെങ്കിൽ താഴത്തേക്ക് ഒരു എന്തെങ്കിലും വകുപ്പിൽ ഉണ്ടാക്കിയാൽ ഉണ്ടാവും, പോകുന്നവരുണ്ടാവും, പോകാനും പറ്റായൊന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വന്നാലൊക്കെ കാഴ്ച അതന്നെയാണ്. പക്ഷേങ്കിൽ എന്നാ ഒരു സ്ലോവിൽ വെള്ളം ചാടുന്ന പോലെ അല്ലേ? എത്രാനും ഹൈറ്റ് എന്ന് ചാടുന്നത് നോക്കാച്ച് എന്തല്ല. പിന്നെ അവിടെ മാത്രമല്ല, ഇതൊക്കെ വെള്ളം ചാടുന്നുണ്ട്. പക്ഷേങ്കിൽ അത്രയും വെള്ളം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അതൊരു ക്ലിയർ ഇല്ലാത്തത്. പിന്നെ അങ്ങോട്ട് നോക്കി നിങ്ങൾ ആ ഒരു പർവ്വതം കിടക്കണ കിടപ്പ്, എന്താ പറയുക, അതിലൊക്കെ റോഡുണ്ട്. അതിലൊക്കെ റോഡുകളുണ്ട്, അതിലൊക്കെ വീടുകളുണ്ട്. ഒറ്റയും തറ്റയൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൽ വലിയ എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അല്ലേ? അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു നിർദ്ദേശങ്ങളോ ഒന്നുമില്ല. അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. ട്രക്കിംഗ് ഉണ്ടെന്ന് ഞാൻ കരുതിയത്, പക്ഷേ എങ്കിൽ ട്രക്കിംഗ് ഇല്ലല്ലേ? എനിക്കാണെങ്കിൽ നോക്കി എന്നിട്ട് പോകാൻ തോന്നണില്ല അല്ലേ? ഞങ്ങൾ കുറച്ചുകൂടി താഴത്തേക്ക് വന്നു. ഇപ്പം മഴവിൽ കളർ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സൂര്യപ്രകാശം തട്ടിയിട്ട് മഴവിൽ കളർ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു ഭംഗി എഴുതിയിട്ടാണ്. അവിടെ ആരോ മരം മുറിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് താഴത്ത് കൂടെ. ഇതിൻ്റെ വേറെ എവിടേക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല. ഇവിടെയൊക്കെ ഇതുപോലെ കച്ചവടങ്ങളുണ്ട്, കച്ചവടങ്ങൾ അവസാനിച്ചു. ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ അറിയില്ല. അവിടെ ഒരു ബോർഡ് ഉണ്ട്, ആ ബോർഡ് നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ പോവാം, ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഇവിടെ തിരിക്കേണ്ടി വരും. തിരിച്ചിട്ട് നമ്മൾ അടുത്ത ബ്രിഡ്ജ് നോക്കാം. ഏതായാലും നോക്കാം. ഇവിടെ എന്ത് ഏരിയ ഉണ്ട്, ലോക്കൽ ഗൈഡിനെ വെച്ചിട്ട് വേണം എന്താ പറയുക ഇവിടെ അതിൻ്റെ താഴത്തേക്ക് പോകാനെന്നോ എന്തോ ആണ്. പക്ഷേ ഇവിടെ താഴത്തേക്ക് പോകാൻ വഴിയുണ്ട്. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ താഴത്തേക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര അടുത്തേക്ക് ഇപ്പോൾ ഇത് പോകണ്ടാവില്ല. ഇത് കുറച്ച് ഇവിടേക്കൊന്നും അധികം ആരും ഇറങ്ങലില്ല കേട്ടോ. സംഭവം ഇവിടുന്ന് കുറേ ഇറങ്ങിയിട്ട് കയറാനുണ്ടാവും. അതുകൊണ്ടാണ് അല്ല, ഇത്രയേ ഉള്ളൂ. നോക്കട്ടെ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴിയാണത് അല്ലേ? ഇതിലെങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ ഇന്നൊരു ഇപ്പം സമയം എന്ന് പറയുന്നത് കറക്റ്റ് 12:30 ഒരു 1.5 മണിക്കൂർ കൊണ്ട് അടിയൊക്കെ എത്താം. അതുപോലെ ഇങ്ങോട്ട് കയറുമ്പോൾ അതിനേക്കാൾ ടൈം എടുക്കും ഇങ്ങോട്ടേക്ക് എത്താം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പം നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ അടുത്ത സ്ഥലം പോയി പിടിക്കുകയാണ് അല്ലേ? പിന്നെ അധികം ആരും ഇറങ്ങുന്നില്ല. ഞങ്ങളിവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഗ്ലൗസ് വാങ്ങാനാണ്. ഗ്ലൗസ് വേണം കയ്യുമിടാൻ. രാത്രിയിൽ കൈ കോറുന്ന തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് വാങ്ങാം. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ആരാ തല കുലിക്കൊണ്ടിരിക്കുന്നു? പോരെ ടോക്ക് പോരെ കിട്ടണേ 150 1 പീസ്. 150 രൂപ.
പിന്നെ കുറച്ച് സോക്സും വാങ്ങിക്കണം അല്ലേ? ഗ്ലൗസ് 2.5 ഇഞ്ച് തന്നെ വാങ്ങി, പിന്നെ സോക്സും വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ സോക്സ് എന്തിനും ഇത്രയും തോനെ വാങ്ങിയത് ചോദിക്കും ഞങ്ങൾ. അതായത് നമ്മൾ ഈ സോക്സ് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം നമ്മൾ യാത്രയിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കുക ചെയ്യരുത്. സോക്സ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്കറിയാമല്ലോ, നമ്മൾ ഷൂറിന് ആളുകൾക്കൊക്കെ അറിയാം, ഇത് ഈ സോക്സിന് സ്മെല്ലാണ് കാരണം. ഈ സ്മെല്ല് എന്ന് പറയുന്നത് ഈ പെരുച്ചായി ചത്തമാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളടുത്ത് എന്താ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ ദിവസം ഓരോന്നിടാൻ വേണ്ടി പറ്റും. നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് തന്നെ കുറച്ച് സോപ്പ് ഇട്ട് തിരുമ്പിയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ വെച്ച് ഉണക്കാനും കഴിയും. അത് എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് തിരുമ്പാൻ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അധികം വാങ്ങിയത്. പിന്നെ ഈ യാത്രക്കല്ല, നമുക്ക് അടുത്ത യാത്രക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഭയ്യ ഡിസ്കൗണ്ട് ആണോ? ഡിസ്കൗണ്ട് ഇതാണ് നമുക്ക് കാണിച്ചിരുന്ന വഴി. മോനെ, ഇത് വഴിയിൽ വലിയ സ്പീഡിൽ പോകാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇത് ഉൾവഴിയാണ്, ഉൾവഴിയിലൂടെയാണ് കേസ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ കുറച്ച് ദൂരം പോകേണ്ടത് 10-13 കിലോമീറ്റർ പോകണ്ട മോനെ. ഇപ്പൊ വഴി മാറിയിട്ടുണ്ട്, വഴി റബ്ബറൈസറായി. റബ്ബറൈസറിൽ റബ്ബർ ട്രാക്കോ അല്ലെ? ചെറിയ റോട്ടില് റബ്ബറൈസറിൽ എന്തായാലും ഉണ്ടാവും. ചെറിയ റോട്ടില് ചെറിയ റോഡാണ്. ഏതായാലും നല്ല രസമുണ്ട്. ഇത് ഈ കാണുന്നത് ഫോറസ്റ്റ് ആണോ? ഫോറസ്റ്റാ താഴത്തേക്ക് ഇറങ്ങിയാണല്ലോ പോണേ. അവിടെ നെറ്റ്വർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്റെ അഭിപ്രായത്തിൽ അവിടെ റേഞ്ച് ഉണ്ടാവില്ല. ഇവിടെ തന്നെ റേഞ്ച് ആകെ ഒരു കട്ടേ ഉള്ളൂ. ഇവിടെ പലയിടങ്ങളിലും നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. താങ്ക് യു ബോസ്. നമുക്ക് വേണ്ടി ഇന്നോവ ക്രിസ്റ്റ അവിടെ വെയിറ്റ് ചെയ്തു. അതെ, അങ്ങനെ വെയിറ്റ് ചെയ്യണേ. നമ്മൾ ആർക്കെങ്കിലൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ചെയ്യട്ടെ. എന്താ റോഡിലെ കിണ്ണം കാച്ചിയ റോഡാണോ? കിണ്ണം കാച്ചിയ ഓണൊക്കെ അടിക്കുക. അതൊക്കെ നന്നാവുക. ഓട്ട് ഫുള്ള് സ്റ്റിയറിംഗ് ഫുള്ള് ഗൈസ്. ഈ വഴി എവിടുക്കാ? ഗുഹയൊക്കെ തരംഗണ്ടാക്കി നമ്മളതിന്റെ ഉള്ളിൽ പോണേ. തരംഗൊന്നല്ല, 2 മലയാണ്. മലയുടെ ഇടയിലൂടെ വഴിയാണത്. അതിനായിട്ട് ഉണ്ടാക്കിയത് അതിനായിട്ട് മല വെട്ടിയതാണ്, വഴിനായിട്ട് വെട്ടിയാണ്. അയ്യോ അടിവാരത്തേക്ക് എത്താനായിക്കണ്ടോ? നമ്മള് വലിയ റോഡ് നമ്മൾക്ക് ഏകദേശം 8 കിലോമീറ്റർ ആയിരുന്നു. അത് ഇനി ഒരു 5 കിലോമീറ്ററും കൂടി ഉണ്ടാവും. ചെറിയ വഴി. എന്താ അതിന്റെ ഒരു രസം കരുതിക്കുന്നത്. ഇതൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ വേറെയാണ്. നമ്മളിത് ആദ്യമായിട്ടല്ലേ ഇതുവഴിയൊക്കെ ഡ്രൈവ് ചെയ്യണേ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് മക്കളെ. പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിരിക്കണം. അങ്ങനെ ഡബിൾ ഡെക്കർ ആണെന്നാണ് നമ്മൾ ഈ പാർക്ക് ചെയ്തപ്പോൾ പാർക്കിംഗ് ഫീസ് ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 80 രൂപ പാർക്കിംഗ് ഫീസ് തന്നെ. സ്റ്റേ ചെയ്യണമെന്ന് ചോദിച്ചു അവരല്ലേ? പക്ഷേങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് എങ്ങനെയാണ്, അതിൻ്റെ മട്ടം പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലേ? അത് നമുക്ക് ഇവിടുത്തെ അറിയട്ടെ എങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ ആളുകൾ, ഞങ്ങളൊരു കുപ്പി വെള്ളം വാങ്ങിട്ടോ. ഇവിടെ കുറേ ആളുകൾ വടി, അതായത് കുത്തിപ്പിടിച്ച് നടക്കാനുള്ള വടി കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് അതിന് 20 റുപ്യ എന്തോ ആണല്ലേ? അതിനല്ലേ പറഞ്ഞേ? അതായത് ഇപ്പോൾ ഇവർ കുത്തിപ്പിടിച്ച് വരുന്നത് പോലെ കഴിയാത്തവർക്ക്, അതായത് നമ്മൾക്കൊക്കെ ആവശ്യമുണ്ടോ, നമുക്കൊക്കെ കഴിയുമെന്നല്ല പറയണേ. പക്ഷെങ്കിൽ ഞങ്ങളതില്ലാതെ ഒന്ന് പോയി നോക്കുകയാണ്. നമ്മൾ എന്താ പറയുക, വലിയ ആൾക്കാരെ മാതിരി അതൊന്നും ഇല്ലാതെ പോവുകയാണ്. എന്താ സംഭവിക്കാറില്ല. ഏതായാലും സംഭവിക്കാനൊന്നുമില്ല. നമ്മളങ്ങോട്ട് പോകും, ആ പോയ മണിയോട് പോരും. ഇതിലങ്ങനെ പോയിട്ട് നമ്മളാ കാണുന്ന അടിവാരം കണ്ട അവിടേക്ക് എത്തണം. 5 മണിക്ക് ക്ലോസ് ആണ്. 5 മണിക്ക്. അപ്പം അതിൻ്റെ മുന്നേ വേഗം പോയി എടുത്ത് പോരുക പോലെ. വാട്ട്സ് യുവർ നെയിം? ദായ. ഓക്കെ, ബൈ. നായൻ്റെക്ക് 2 മുട്ട വാങ്ങി. മുട്ട നമ്മൾ വാങ്ങൂല കേട്ടോ. മുട്ടക്ക് എത്ര അറിയോ? മുട്ട തിന്നാത്ത മാതിരി. എന്തായാലും നമ്മളെന്താ വെച്ചാൽ ആ കുട്ടീനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി ഇറങ്ങിയാണ്. മുട്ടൻ്റെ വില ഒന്നും ഞാൻ പറയണതാ. മുട്ടക്കൊക്കെ വില ആയിരുന്നു, നോക്കണ്ട. ഇതുവഴി അങ്ങനെ പോകണം. ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രാമമാണ്, ഒരു വില്ലേജാണ്. ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ വഴിയാണ്. ഇതിൽ നമ്മൾ ട്രക്ക് ചെയ്തേ പോകാൻ പറ്റുള്ളൂ, വേറെ വഴിയൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ടാവും. വേഗം നടന്നു നോക്കുക, എന്നാൽ അവിടേക്ക് ആക്കുമ്പോൾ എത്തും. ഞങ്ങളീ പോകുന്നത് നോൺ ഗ്രിയാറ്റ് വില്ലേജിലെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വില്ലേജിൽ ഈ ഒരു
ട്രക്കിങ് കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം നടക്കാണ്ട് അങ്ങ് ദൂരെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം അവിടെ ഒരു എന്താ പറയുക ഒരു വേര് കൊണ്ടുണ്ടാക്കിയ പാലമുണ്ട് കാണാൻ. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലം, നല്ല ശാന്തതയേറിയ സ്ഥലം. പ്രകൃതിയുടെ ചില ശബ്ദങ്ങൾ മാത്രമാണ്, അല്ലാതെ ഹോർണടിയോ നമ്മുടെ ടൗണിലെ ബഹളങ്ങളോ ഒന്നുമില്ല. വളരെ എന്താ പറയുക, ഈ ഒരു കാടിനകത്തുണ്ടാവുന്ന ശബ്ദം സൗണ്ട് മാത്രം. അല്ലാത്തൊന്നുമില്ല. നല്ല വൈബാട്ടോ ഗൈസ്. നമ്മളെ മേഘാലയെ നമ്മൾ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞിടത്തോളം ഇത് നിസ്സാരമല്ല. നല്ല കടും കുത്തനായിട്ടാണ് പോകുന്നത്. കയറി പോണ ആളുകളുടെയൊക്കെ മുഖം നിങ്ങളൊന്ന് കാണണം. സഹിക്കൂല പോലെ മുഖം കണ്ട, അതാണ് അവസ്ഥ. ഇതാണ്ട ഇതൊരു സൈസ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ സംഭവം അല്ലേ. ഇതൊക്കെ ഇതിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ രാത്രിയൊക്കെ ഇവിടേക്ക് സോളാർ ലൈറ്റ് അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനൊക്കെ ഇതിൽ മേലേക്കും താഴേക്കൊക്കെ പോകുന്നുണ്ട്. കണ്ട വരുന്നവരൊക്കെ നോക്കി നിങ്ങൾ ഇവരൊക്കെ ഇടങ്ങേറി ഞാൻ ആലോചിക്കുന്നുണ്ട് ഞാൻ. ആ താഴത്തേക്ക് നോക്കാം, അത്രയും താഴ്ചയ്ക്ക് ഇനിയും നമ്മൾ ഇറങ്ങി പോകണം. ഇവർക്ക് വല്ല റോപ്പ് വേ ഒക്കെ ഉണ്ടായിക്കൂടെ എന്നല്ലേ? അത് ഞാൻ പറഞ്ഞു ഉണ്ടാക്കിയ സുഖമാണ് അല്ലേ. എന്നാൽ ഇവർ കുറേ ആൾക്കാർ അതിൽ പോയിന്. പൈസ ഇല്ലാത്ത ആളുകൾ മാത്രമേ എങ്ങനെ പോകുള്ളൂ. ഒരു 1.5 കിലോമീറ്ററും കൂടി ഓൻ താഴ്ത്തുന്നു. ഓനിത് ശീലമായി, ഓൻ്റെ കട്ടൊക്കെ കാലുമത്തെ ഓനൊക്കെ ശീലമായി നടന്ന് നമ്മളെ പോലെയല്ല. തിരിഞ്ഞൊന്ന് നോക്കിയതാ, ഇതിൻ്റെ ഒരു കുത്തനെ മനസ്സിലാവണമെങ്കിലേ നോക്കണ്ടോ ഉണ്ണി, നമ്മൾ പെട്ടതാ. സ്റ്റാർട്ടിങ് പോലല്ല, പിന്നെ കടും കുത്തനെയാണ്. ഇറങ്ങുമ്പോൾ പോലും നിൽക്കേണ്ട അവസ്ഥയാണല്ലേ. അണ്ടങ്ങൾ കടും കുത്തനെയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ക്യാമറിനെ ഒരു സ്റ്റഡി ലെവലിലാണ് ഇത് പിടിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കടത്തിയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു കുത്തനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ചോരൊന്നുമില്ല. അതെ, ഇവരിവിടെയുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച്. പക്ഷെ അവിടെ പോയിട്ട് അത് കാണുമ്പോൾ കിട്ടുമ്പോൾ, അവിടെ പോയിട്ട് അത് കാണുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, അതായിരിക്കും. അതുകൊണ്ടല്ലേ ഇത്രയും ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങണത് അല്ലേ. പിന്നെ പ്രായമായ ആളുകൾ എത്ര ഇറങ്ങുന്നു. എന്നിട്ടാണോ നമുക്ക് ഇറങ്ങുക. അവിടെ ചെല്ലുമ്പോഴുള്ള ആ ഒരു കാഴ്ച അത് നമ്മളെ മനം കവരും ഉറപ്പാ. പിന്നെ ഇവിടെ ഡോളി ഈ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊന്നും വില ഞാൻ ചോദിക്കണില്ല, അതിനൊക്കെ നല്ല വില ഉണ്ടാവും. കാരണം അത്ര നമുക്ക് വെറുതെ അടക്കാൻ കഴിയില്ല, എന്നിട്ടല്ലേ ഇപ്പോൾ അല്ലേ. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും, വെറുതെ അതിനൊന്നും നിൽക്കണ്ട ഗൈസ്. അപ്പോൾ ഞങ്ങളൊരു പോയിന്റൊക്കെ എത്തിക്കണം. മിനിമം 3 മിനിറ്റ്. അത് സിംഗിളും ഡബിളും ഒരുത്തുടി തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളിനി ഫസ്റ്റ് പോകുന്ന സിംഗിളിലേക്കാണ്. സിംഗിളിൻ്റെക്കുള്ള വഴിയാണിത്. ഇതൊരു വീടാണ്, ഇത്രയും താഴത്തെ ഒരു വീട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവരപ്പോൾ ഒരു ആവശ്യത്തിന് ഇവർക്ക് എത്ര കയറി പോകണം. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഒന്നുമില്ലെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ മണ്ടി പായേണ്ടവർ പോവണ്ടേ, മേലേക്ക് എത്തണ്ടേ, റോട്ടിലേക്ക് എത്തിയല്ലേ നടക്കുള്ളൂ. ഇവർക്കൊക്കെ റോട്ടിലേക്ക് പോകണമെങ്കിൽ എത്രങ്ങാനും ദൂരം പോകണം അല്ലേ. നമ്മൾ അത്തരം കേസൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാണല്ലോ മാതള അത് മാർച്ച്. ഇനിയും ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഭാഗത്തേക്ക് പോയി കാണണം. ഇതിലാണോ നാട്ടുംപുറം പോലത്തെ വഴി, അതുപോലത്തെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു കണക്കിന് എത്തിയിരിക്കുകയാണ് ഗൈസ്, എത്തിയിരിക്കുകയാണ്. സിംഗിളിലേക്ക് ഇനിയും കുറേ ഇറങ്ങി പോകണം. ഈശ്വര. മേലെ നമ്മൾ പാർക്കിങ്ങിന് 80 ഉറുപ്പിക കൊടുത്തു. ഇവിടെ നമുക്ക് ക്യാമറക്ക് വരുന്നത് 100 ഉറുപ്പിക. അതേപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും വരുന്നത് 30 ഉറുപ്പിക, 30, 60, 160 ഉറുപ്പിക ഏകദേശം വരും. ഈ നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്ന യാത്ര, മേഘാലയയിലേക്ക് വരുവാണെങ്കിൽ എന്തായാലും ഒരു കാര്യം ഞങ്ങളോട് പറയാം, പൈസ നല്ലോണം വേണ്ടി വരും. കൊട്ടയിൽ കൊട്ടെടുത്ത് തല വെച്ചിട്ട് അതിൽ പൈസ നിറച്ച് വരേണ്ടി വരും. ഇങ്ങോട്ട് ഇവിടെ പൈസക്ക് നല്ല ചിലവാണ്. തോട്ടയും പിടിച്ച് എന്തിനും പൈസയാണ്. അല്ല, റൂമിനൊക്കെ എന്തായാലും പൈസയാണ്, അതല്ല പറയണത്. അല്ലാത്ത കേസിന് ഇനിയിപ്പോൾ നിസ്സാര കേസാണെങ്കിൽ പോലും സിംഗിൾ ഡെക്കർ ഇനി ഇതിലേയും പോകണം. അപ്പോൾ ഇതെടുക്കാം. ഓ മൈ ഗോഡ്, എന്താ ഇതിലെ കയറിയിട്ട് അവിടെ പോകണം. സംഭവം അടിപൊളിയായിട്ടോ. എന്തൊക്കെയായാലും മേലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ആയാസമുണ്ട്. ഞാൻ അവിടെ കയറുമ്പോൾ ഇതിനേക്കാൾ വലിയ ആയാസം നമുക്ക് ഉണ്ടാവാറുണ്ട്. അതാണ് രസം. സിംഗിൾ ഡെക്ക്, ഡബിൾ ഡെക്കും ഉണ്ട്. ഡബിൾ ഡെക്ക് താഴെയാണ്, സിംഗിൾ ഡെക്ക് ഉണ്ട്. രണ്ടിനും 2 ടിക്കറ്റ് ആയിരിക്കും, മനസ്സിലായോ? രണ്ടിന് 2 ടിക്കറ്റ്, 2 ടിക്കറ്റ് അങ്ങനെയും പറയാല്ലേ. ഓ മൈ ഗോഡ്, വലിയൊരു മരം, അതിന് വീക്കട്ടായിട്ട് വേരാണടാ.
ഇതിൻ്റെ വേര് കൊണ്ടാണ്. ഓ മൈ ഗോഡ്, വെറുതെ അല്ല കേട്ടോ, ഞാനിത് ഇവർ നിർമ്മിച്ചാണ് ഗൈസ്. ഇത് കണ്ടോ ഈ പാറയിലൊക്കെ ഈ വേര് പിടിച്ചിട്ട് എന്നിട്ട് എന്താ ഇതാ മറ്റേ നമ്മളെ എന്താ ഈ മറ്റേ പനമര ഇതുമലൊക്കെ നിൽക്കുന്നൊരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളിയാണ് ഈ ഒരു വള്ളി. എന്നിട്ട് അതുമല ഉണ്ടാക്കിയ ഒരു പാലമാണത്. നടന്ന് പാലത്തിൻ്റെ ഇവിടെ ആകെ പൊളിഞ്ഞു. നമ്മൾ പാലം കയറാൻ വേണ്ടി പോവാണ്. കണ്ടോ ഒരു വീക്കട്ട് പോലെ ഇടയിൽ കൂടെ. വാവ്, പാലം പൊള്ളി. പോര്. വൈക്കസ്റ്റലാസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു തരം റബ്ബർ മരമാണത്. ഇത് രണ്ട് സൈഡിലും ഈ രണ്ട് മരങ്ങളായിട്ട് നട്ടുപിടിപ്പിച്ച് ഇത് ഏകദേശം 1840കളിൽ നട്ടുപിടിപ്പിച്ചതാണ്. അതായത് ഈ ഒരു മരം നട്ട് അതിൻ്റെ വേരുകളൊക്കെ വന്ന് ഇത് ഇങ്ങനെ ഒരു പാലമായി തീരണമെങ്കിൽ ഏകദേശം 100-ലേറെ വർഷങ്ങൾ ഇതിനെടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. തികച്ചും പ്രകൃതി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലമാണത്. ഓ ഗായ്സ്, ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് അളകുന്നുണ്ട്, നല്ല രീതിയിൽ അളകുന്നുണ്ട്. തേനീച്ച കണ്ണു പോയി ഇല്ല പോന്നു. അത് ചെറിയ തേനീച്ചയാണ്. ഓഹോ, എന്താല്ലേ നടുക്കെത്തി. ഇവിടുന്ന് താഴ്ചയും അതുപോലെ തന്നെ ആ പാറക്കഷ്ണങ്ങളൊക്കെ കണ്ടങ്ങൾ ഇതൊക്കെ മേലിന്ന് ഉരുൾ പൊട്ടി വന്നു തന്നെയാവൂ. എന്താ ഇതിൻ്റെ ഒക്കെ ഒരു വലുപ്പല്ലേ, വലുപ്പമാണ്. ഇവിടെ ഒരു ഫാമിലി ഉണ്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കണം. ആഹാ, നമ്മൾ അതുവഴി പോകണം. ഡബിൾ ഡെക്കർ, സിംഗിൾ ഡെക്കർ ഉണ്ട്. നമ്മളിപ്പോൾ സിംഗിളിലാണത്. ഇതേമാതിരി തന്നെ ഡബിളും ഉണ്ട്. ഓ, ഈ മരത്തിൻ്റെ വേരുമലാണല്ലോ ഇത്. ഓഹോ, സൂക്ഷിച്ചു നോക്കണ്ടോ ഞാനല്ല. വള്ളി കൂടെയൊക്കെയാണ്, വള്ളി ഫുള്ളായിട്ട് വള്ളിയാ വീങ്ങിയേക്കാണല്ലേ. പിന്നെ പാറനെ മൊത്തം പിടിച്ചിക്കണ്. രണ്ട് മരം വിചാരിച്ചിട്ടുള്ളൂ, അപ്പൊ ഇതിന് ഇങ്ങനെയായി. നല്ലൊരു പാലം, ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായി. തന്നെ വേണ്ടല്ലോ. കേറിപ്പോട്ടെ. സ്റ്റെപ്പൊക്കെ വേറെ തന്നെയാണല്ലേ. ഉണ്ടോ സെലക്ട് ചെയ്ത് ചോട്ടണം. പവർ ശ്രദ്ധിക്കണോ? കൊടുത്തല്ലേ, മറ്റേന്റെ പോലെയല്ല. ഓ, ഇത് മറ്റേന്റെ പോലെയല്ല. ഇതില് പോക്കുണ്ടാവും ആൾക്കാര്. പോയോക്കല്ലേ, നമ്മക്ക് പോവാ. നടക്ക്, കഴിയൂലേ? പോട്ടേണ്ട്. ഓ ഗായ്സ്, ഈ പാലം കുറച്ച് റിസ്ക് ആട്ടോ, മറ്റേന്റെ പോലെയല്ല. അതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങള്. പുല്ല് റിസ്കാ പോലെ. നടക്ക്, പോവാ. കനല്ലാത്തോണ്ട് ഇറക്കടില്ലല്ലേ, കനല്ലാത്തോണ്ട് ഓക്കെയാണ്. ഇവിടെ പക്ഷേ എങ്കിൽ വേര് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ആഹാ, ഒന്ന് ആ സെൻറ്ററിക്കുള്ളൂ, ഈ അറ്റത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഡബിൾ ഡെക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. സിംഗിൾ ഡെക്ക് കഴിഞ്ഞ് നേരെ ഡബിൾ ഡെക്കിൻ്റെ അടുത്ത് നിന്ന് കാണാം. ഇനി അല്ലടാ, ഈ പോകുന്ന റൂട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് മാറി കയറിയാൽ മതി. നമ്മൾ നേരെ ഡബിൾ ഡെക്കിൻ്റെ അടുത്തേക്ക് എത്തും. ഡബിൾ ഡെക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള ചെറിയൊരു ചർച്ചാണ്. ഇത് അവരുടെ വില്ലേജ്, അവിടെ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഇതിൽ അവരുടെ ജോലിയൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്നു. ഞങ്ങളുടെ പരിപാടി നോക്കിയെടുക്കുന്നു. ടൂറിസ്റ്റുകൾ അവരുടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ പോകുന്നു അല്ലേ. അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങോട്ടേക്ക് കയറി ഈ ഒരു വ്യൂ ഒക്കെ അല്ലേ, ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഭരത് മേത്ത ഫ്രോം ഗുജറാത്ത്, രാജ്കോട്ട്. ഓ സൂപ്പർ. Trekking 3,000 500 step up down 7,000. हो super. कितना एज? 77. 77. Oh okay, thank you. 77 77 വയസ്സായ അദ്ദേഹം ഇത് ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി. ആ ബായി പറഞ്ഞു കേട്ടില്ല, അത്ര സ്റ്റെപ്പ് ഇറങ്ങി കയറുവാണ്. അതൊക്കെ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാവർക്കും. അതെ അതെ, അത് ഇതിനൊക്കെയുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നൊരു പ്രശ്നമല്ല. ഇതിനെ കൊണ്ട് കജൂല എന്നൊക്കെ കരുതിയ കജൂല, മാണെന്ന് കരുതിയ ശ്രമിച്ച അവിടെ നടന്നോളൂ അല്ലേ.
ഗായ്സ് ഡബിൾ ഡെക്കിനടുത്തേക്ക് പോകുമ്പോൾ നമ്മളെ നാട്ടിലെ പാടത്തേക്ക് ഇറങ്ങിയ മാതിരി ഫീൽ എനിക്ക് ഫുള്ള് കഴുങ്ങ് പച്ചപ്പായ പുല്ല് വായുണ്ട് കഴുങ്ങുണ്ട് തെങ്ങുണ്ട് തെങ്ങില്ല ബാക്കിയെല്ലാം ഉണ്ട് ഏതായാലും മേലേക്ക് കയറുമ്പോൾ അതിൻ്റെ രസം കിട്ടുക വേറെ തന്നെ അറിയാം IP തൊള്ളറണ വരുന്ന പോലെ ഞങ്ങളെ പരിപാടി ഉണ്ടായിട്ടുണ്ടാവില്ല ഏതായാലും കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരുന്നതാണ് എന്താ സുഖം ചെങ്ങായി ഒന്ന് കേൾക്കും കയ്യൊന്ന് കുത്തിയോ കഴിക്കും അപ്പം തന്നെ അതിൻ്റെ സുഖം കിട്ടും എനിക്ക് അല്ലേ ഓ മക്കളെ താൽക്കാലികം ഉണ്ടാക്കിയതാണ് പക്ഷെ ഞങ്ങളിതിൽ ചാടിപ്പുറത്താണ് കയറിയത് കുക്കോടെ എത്തി ഞാൻ തന്നെ അങ്ങോട്ട് പോകണ്ടേ ഓക്കെ ഇത് കയറിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എവിടെയൊക്കെ കുറേ നടക്കാണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വിടണം ഇവിടെ സമയം ഇപ്പോൾ 2:30 കഴിഞ്ഞു 4 മണി കഴിഞ്ഞാൽ സൂര്യാസ്തമയാണ് അതിനുള്ളിൽ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങണം ഇറങ്ങണ്ടേ തണുപ്പും കൂടും പോലെ ഇതിലൊക്കെ കയറി പോട്ടെ ഞങ്ങളവിടെ എത്തട്ടെ ഏകദേശം അത് കയറിയപ്പോൾ ഒരു സമാധാനമുണ്ട് ഒരു പരന്ന വഴിയാണ് ഇനി അങ്ങോട്ട് ഞങ്ങളിങ്ങനെയൊക്കെ പറയണ്ടെങ്കിലും മേഘാലയയിൽ വന്നാൽ എല്ലാവരും നിർബന്ധമായിട്ട് കാണേണ്ട സ്ഥലമാട്ടോ മിസ് ചെയ്യരുതേ അതെ മൊത്തം അടിച്ചു പൊറുക്കി ഓക്കെ അടിച്ചു പൊറുക്കി നമ്മൾ മലയാളി കാണാത്ത സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഒരു കണക്കിന് നമ്മൾ എത്തിയെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഇപ്പോൾ താഴത്തേക്കും മേലേക്കും വഴി കാണുന്നുണ്ട് നമ്മൾ ഇതിലെവിടെ പോകണം ഫസ്റ്റ് താഴെ പോയാലോ ഇതിലെ പോയാലൊക്കെ ഒരു തുടിക്കണല്ലേ മേലെ അത് ഒരു ഇരുമ്പ് പാലാണ് അല്ലേ അപ്പോൾ ഇതെവിടുക്കാം ഇത് ഈ കാണുന്ന ഈ ചെറിയ പാലുണ്ടല്ലോ ഔമക്കാണ് വള്ളിയാളിലെ പക്ഷെ ഇതൊന്നും വള്ളിയൊന്നും ഇല്ലല്ലോ അല്ലേ തൂക്കുപാലാണ് ഓ ഗൈസ് അപ്പോൾ നമ്മൾ മേലെ കൂടെ പോകണ്ടേ ബാ ഇത് ഇങ്ങനെ ഒരു ഇരുമ്പ് പാലം തൂക്കുപാലം അല്ലേ തൂക്കുപാലത്തിൻ്റെ മേലെ കൂടെ അമ്മ ഇതാ അവിടെ ഉണ്ടല്ലോ എന്താ സുഖത്തിന് പോവാ സോക്കാം സാർ തൂക്കുപാലത്തിന് പെയിൻ്റ് അടിക്കുന്നുണ്ട് അങ്ങ് ദൂരം മലനിരകൾ അവിടെ നിന്ന് ഒലിപ്പിച്ച് വരുന്ന നദി ആ നദിക്ക് കുറുകെ പോകുന്ന തൂക്കുപാലം ആ പാലത്തും കൂടെ പോകുന്ന ഞാനും കുക്കും താഴത്ത് അതെ പൂളാണ് അവിടെ കുളി നടക്കുന്നുണ്ട് അല്ലേ ഇവിടെ പെയിൻ്റ് അടിച്ച് ഇപ്പോൾ ഒരു പെയിൻ്റ് അടിക്കുവാണ് അതായത് പച്ച കളർ പെയിൻ്റാണ് കൊടുക്കുന്നത് നല്ല രസമായിരിക്കട്ടെ താഴത്തേക്ക് നോക്കുമ്പോൾ നോക്കാം ഓ ഗായ്സ് ആദ്യം ഇതായിരുന്നു ഉണ്ടെങ്കിലേ ആദ്യത്തെ പാലതായിരുന്നു അപ്പോൾ അതിപ്പോൾ പൊളിഞ്ഞു നാശമായി ഇപ്പോഴത്തെ അപ്പോൾ ഇതാണല്ലേ നടക്ക് പിന്നൊന്നും കേട്ടോ നമ്മളിപ്പോഴും എത്തിയില്ല ഡബിൾ ടെക്കിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഇപ്പോഴും എത്തിയില്ല അതോ കയ്യിൽ പോകണമൊക്കെ ആൾക്കാർ മേലെ കൂടെ കണ്ടോ ഇത്രയും കിലോമീറ്ററുകൾക്കപ്പുറം വീടുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണത് വീടുകളും കടകളൊക്കെ ഉണ്ട് അല്ലേ ഇതങ്ങനെ തന്നെ വേറെ തന്നെ ഫുള്ള് വേറെ ഇതിനൊക്കെ ഗവൺമെൻറ് നല്ല പൈസക്ക് ലാഭമാണ് അല്ലേ ഈ വേറെ ആയതുകൊണ്ട് ഈ മരം അപ്പം നമ്മൾ കരുതുന്ന പോലെയല്ല ഒരുപാട് പേർക്ക് ഉപകാരിയാണിത് അല്ലേ പിന്നെ ചിലതിനെ നശിപ്പിക്കണ്ടെങ്കിലും വളരെ ഉപകാരിയാണ് ഇത്രയും സുന്ദരമായൊരു സ്ഥലത്ത് റോഡൊക്കെ അങ്ങ് ദൂരെ എവിടെയോ ആണ് നമുക്കറിയ പോലുമില്ല നിങ്ങൾക്ക് അങ്ങോട്ട് വരുമ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കണം തോന്നുവാണെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഹോം സ്റ്റേകളുണ്ട് അതായത് ഇതൊക്കെ ഇങ്ങനെ ഹോം സ്റ്റേകളാണ് അതിലൊക്കെ ഉണ്ട് ഹോം സ്റ്റേ സൗകര്യം എല്ലാം ഉണ്ട് കാരണം നമ്മൾ ഒരു വലിയൊരു കാടിനകത്താണ് നമ്മൾ സത്യത്തിൽ പക്ഷേങ്കിൽ മൃഗങ്ങളൊന്നുമില്ല വെറും കാട് ഇത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇവിടേക്ക് റേഞ്ചൊന്നും കേട്ടോ മൊബൈലിന് റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല അതൊന്നും ഉണ്ടാവില്ല മൊബൈലൊന്നും തൊടാതെ പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് ഒരു 2-3 ദിവസം നിൽക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയ സ്പോട്ടാണ് അല്ലേ എല്ലാവരും ഇങ്ങോട്ട് വരിക പ്രൊമോഷനാണ് എല്ലാവരും വന്ന് അനുഭവിക്കേ നമ്മൾ പോകുന്നത് തന്നെ ഓരോ വീടുകളുടെ മുറ്റത്ത് കൂടെയാണ് വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ എവിടേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല ഡബിൾ ഡെക്കിലേക്കാണ് നമ്മുടെ യാത്ര പക്ഷേങ്കിൽ നമ്മളൊരു ഫോൾട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് കൊടുക്കായിരുന്നു വരേണ്ടിയെന്നത് അല്ലേ 50 200 അല്ലേ
ഇവിടെ 50, 100, 200 ഇത്രയും ദൂരം നടന്നു കഴിഞ്ഞിട്ട് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമല്ലോ. അത് യാതൊരു ദയയില്ലല്ലോ. ഇത് നമുക്ക് കുളിക്കാൻ പറ്റും. ഇവിടെ സ്വിമ്മിങ് പൂളാണ്, ഇവിടെ കുളിക്കാം. കുളിക്കേണ്ടവർക്ക് ഞാൻ കുക്കും എന്തായാലും ഒന്ന് കുളിക്കുന്നുണ്ട്. അല്ലടാ, അത് ഇവിടെ കുളിക്കണം അവിടെ കുളിക്കണം? ഇത് ഇതാണോ? ഇതൊന്നും മറ്റേൻ്റെ അത്ര ഇല്ലല്ലോ. ഇതൊക്കെ ഇത് തന്നെയാടാ, മനസ്സിലായോ? അതിലെങ്ങനെ പോയിട്ട് അതിലെങ്ങനെ വരുന്നുണ്ടോ? ആടാ, സൂപ്പറായില്ലേ? ഓ, അതാണ് പറയണ്ടേ, ഈ കാഴ്ച നിസ്സാരമല്ല. നമ്മൾ കരുതുന്ന പോലെ ഒന്നല്ല. ഇവിടേക്കൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സുഖം കിട്ടും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ട് അല്ലേ, വന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച നിസ്സാരമാണോ? അല്ല, അതിഗംഭീരമായ കാഴ്ചയാണ്. ഇതാണ് രണ്ടാമത്തത്, മനസ്സിലായോ? ഇതിൻ്റെ ഒരു നല്ലൊരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം. അതായത് നമ്മളതിൻ്റെ മേലെ കയറിയിട്ട് അങ്ങ് നിൽക്കണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുക. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിലെങ്ങനെ തൽക്കാലം നടന്നു പോയിട്ട് ഫോട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ ആക്കും പോലെ എടുക്കാം. അതുകൊണ്ട് അതിന് താഴത്തു കൂടെ ഒക്കെ അല്ല വള്ളിയും പുല്ലും ഒക്കെ ആയിട്ട്, പുല്ലിയല്ല പുല്ല് ഒക്കെ പാടെ നിറഞ്ഞ് സുന്ദരമായ കാഴ്ചയാണ്. കാഴ്ച നിസ്സാര സംഭവം നല്ലത്. കല്ലാങ്കരിയാണല്ലേ? ഓ മൈ ഗോഡ്, പോകില്ലടാ. എത്ര വലിയ വലിയ മീനുകളാ അല്ലേ? കല്ലാങ്കരിയൊക്കെ കിടിലങ്കരിയാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ നമ്മൾക്ക് ഇനി വേണമെങ്കിൽ അവിടെ കുളിക്കാം. ഇവിടെ താഴത്ത് കുളിക്കുകയാണെങ്കിൽ ഇവിടെ കുളിക്കാം. ഇവിടെ കുളിക്കുകയാണെങ്കിൽ നല്ല ഇവിടെയാണ് അല്ലേ? പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ കുളിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി നിന്നില്ല. കാരണം ഇവിടെ 4:30 ആകുമ്പോൾ സൂര്യാസ്തമയമാണ്. നേരം ആകുമ്പോഴേക്ക് നമുക്ക് വണ്ടിയിലെത്തി നമുക്ക് ഭക്ഷണത്തിനുള്ള വകുപ്പ് വാങ്ങണം. അതിനൊക്കെ സ്ഥലം, നിൽക്കാനുള്ള സ്ഥലം നോക്കണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങോ നടക്കില്ല. ഞങ്ങൾ നേരെ ഇനി തിരിച്ചു വിടുകയാണ്. പിന്നെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടായി. ശരിക്കും ഇതിലേക്കുള്ള വഴി അങ്ങനെ നമ്മൾ സിംഗിൾ ഡെക്കിലൂടെ തന്നെ ഒരു വഴി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുവഴി ഇങ്ങനെ വരികയാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ ഒരു വന്നതും ഞങ്ങൾ വന്നതുപോലെ ഈ വഴി തന്നെയാണ്. ഇതുവഴി ട്രെക്ക് ചെയ്യുമ്പോൾ 1.5 മണിക്കൂർ ട്രെക്കിംഗ് ഉണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് സിംഗിൾ എടുത്തിക്കണം, ഡബിൾ എടുത്തിക്കണം അല്ലേ? പിന്നെ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ സംഭവം നമുക്ക് ഒക്കെപ്പാട് 2-2.5 മണിക്കൂറൊക്കെ ആയി ഇവിടെ നിന്ന് അവിടെ നിന്നൊക്കെ. പക്ഷേങ്കിൽ നമ്മുടെ പരിപാടി സാറാക്കി ഞങ്ങൾ ഇനി വീണ്ടും താഴത്തേക്ക് അങ്ങോട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് പോകണം. ആ മല കയറിയിട്ട് പോകണം. ഗായ്സ്, നമ്മൾ കരുതുന്ന പോലെയല്ല. മേലേക്ക് കയറുമ്പോൾ നല്ല റിസ്ക് ഉണ്ട്. ഞങ്ങൾ ഏതായാലും വണ്ടിക്ക് എത്തട്ടെ. ഇത് ഈ കണ്ട് കടും കുത്തനെ അങ്ങനെ കയറി പോകണം. ഞങ്ങളിപ്പോൾ ഒരു 1/2 മണിക്കൂർ നടന്നു. ഇനി 1 മണിക്കൂർ കൂടി നടക്കാണ്ട്. അത് ഇത്രയും ടൈറ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ ഇല്ലാന്നാണെങ്കിൽ 1 മണിക്കൂറിന് മുന്നേ തീരും പോലെ. ഞങ്ങൾ വണ്ടിയിലാണ്. ഞങ്ങൾക്ക് ആകെ 1.5 മണിക്കൂറിൻ്റെ ട്രക്കിങ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അങ്ങോട്ട് എത്ര ഉണ്ടായിരുന്നു എന്ന് ഞാൻ നോക്കിയില്ല. ഏതായാലും ആകെ വിയർത്തിരപ്പായിട്ട് പോണ വഴിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു അരുവിയിൽ നിന്ന് കുളിക്കണം. ഞങ്ങൾ അവിടെ നിന്ന് കുളിക്കാഞ്ഞത് വീണ്ടും അവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങോട്ട് വിയർക്കല്ലേ. പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരമില്ലല്ലേ എഴുതിയിട്ടാണ് അവിടെ നിന്ന് കുളിക്കാഞ്ഞത്. പോണ വഴിക്കുണ്ട് ഒരരുവി, അവിടെ നിന്ന് കുളിച്ചിട്ട് വേണം നമുക്ക് പോവാം. ഇറങ്ങലടാ, പോകേനി അതിലാണ് നമ്മളാളെ കണ്ട്. എനിക്ക് ഉറപ്പ് ഞാൻ ഇൻസ്റ്റയില് ഇർഷാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് യാത്ര. ഇപ്പോ 6 മാസമായില്ലേ? 6 മാസം കഴിഞ്ഞു. 7ാമത്തെ മാസത്തേക്ക് കടന്ന്. എങ്ങനെയുണ്ട് യാത്ര? യാത്രക്ക് അടിപൊളി. യാത്ര തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ വലിയ കാണുന്നവർക്ക് വീഡിയോ കാണുന്ന സുഖമൊന്നും ഇപ്പൊ യാത്രക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പോ ആരും പറഞ്ഞൊന്നുമില്ലല്ലോ. ബുദ്ധിമുട്ടൊക്കെ നീ പറഞ്ഞാണ്. നിർബന്ധിച്ചാരും പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പൊ ഇതിലുള്ള കഷ്ടപ്പാട് നമ്മൾ അനുഭവിച്ച മെയിൻ ആയിട്ടുള്ള പ്രശ്നം തരാം. നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിയാലോ. അല്ല, ഞാൻ കണ്ടു ഒരുപാട് എന്തൊക്കെയാ പണി ഉണ്ടെന്നല്ലോ. അത് യമഹന്റെ വണ്ടി നല്ല വണ്ടിയാണ്. പക്ഷെ അവരെ സർവീസ് നമ്മള് പൈസ കൊടുത്തിട്ടാണ് യമഹന്റെ വണ്ടിയിൽ സർവീസ് ചെയ്യണത്. പക്ഷെ നമ്മളൊരു സംഭവം കംപ്ലൈന്റ് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അത് കറക്റ്റ് ഒരു ചെയ്തല്ല. സ്റ്റാഫ് ഇല്ലാതില്ലാറുണ്ട്. ആ ഒരേ കംപ്ലൈന്റ് തുടർച്ചയായിരുന്നു. ഞങ്ങൾക്ക് നേപ്പാളിൽ നല്ല സർവീസ് കിട്ടി. അതിന് ശേഷം പ്രശ്നമില്ല. കാർബറേറ്ററിന്റെ പ്രശ്നമായിരുന്നു. അത് ക്ലീൻ ചെയ്ത് അത് മാറ്റണം. ശരിക്കും അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ക്ലീൻ ചെയ്താണ്. മിസ്സിംഗ് വന്ന് വണ്ടി ഓഫ് ആവുക. അപ്പോ ഇർഷാദ്, വില്ലേജ് വൈഫ് ഇർഷാദ്, മൂപ്പരെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ചെറിയൊരു യാത്രയൊന്നല്ല. മൂപ്പരുടെ വലിയൊരു സ്വപ്നം. അതിന്റെ ഒരു പകുതി എത്തിയില്ല നമ്മള്. പകുതി എത്തിയില്ല. ഇനിയിപ്പോ 1 വർഷത്തോളം ബാക്കിയുണ്ട്. 1 വർഷം ബാക്കിയുണ്ട് അല്ലേ? അതും കൂടി 17 സ്റ്റേറ്റും നേപ്പാളും ഭൂട്ടാനും കറങ്ങി.
ഇനി ഇന്ത്യ നേപ്പാൾ ഭൂട്ടാനും കറങ്ങി. ബംഗ്ലാദേശ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ മ്യാൻമാർ. ഇതിപ്പോ കുറച്ച് പ്രശ്നമാണ്. ഇത് ഓർഡർ തുറന്നില്ലെങ്കിൽ നേരെ ഇവിടേക്ക് തായ്ലാന്റിലേക്ക് ഷിപ്പ് ചെയ്യണം. പിന്നെ തായ്ലാന്റിൽ നിന്ന് ലാവോസ്, വിയറ്റ്നാം, കംബോഡിയ, വീണ്ടും തായ്ലാന്റ്, മലേഷ്യ, സിംഗപ്പൂർ വരെ ബൈ റോഡ്. സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യ വരെ, ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ഷിപ്പിംഗ് ഓസ്ട്രേലിയ അല്ലേ? ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചു. ഞാന് ഈ വന്ന ഇവിടുത്തെ വലിയ പ്രശ്നം നെറ്റ്വർക്ക് ഇല്ല. അത് ഞങ്ങൾ തന്നെ സ്റ്റേ അടിക്കണം. അങ്ങനെ റൂട്ട് പിടിച്ച് പോയാ അവിടെ പോയി അവിടെ എന്താ പാട്? ഈ ഇറങ്ങണ ഭാഗത്ത് സ്റ്റേ ഒക്കെ എടുക്കുന്നത് റേഞ്ച് ഉണ്ടോ? റേഞ്ച് പോയിട്ട് ഒന്നുമില്ല. നമുക്ക് അവിടെ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പിള്ളേര് കണ്ടെങ്കിൽ വിറക് കൊണ്ടുപോണ്. ഇവിടെ താഴത്തുനിന്ന് വിറക് എടുത്ത് പോവാണ്. അവരുടെ അമ്മമാരും ഉണ്ട് വീട്ടിലേക്കുള്ള വിറക്. ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഇവർ വീട് ചിലപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. നമ്മളന്ന് അഭിപ്രായപ്പെട്ട പോലെ അതായത് ഇവിടുത്തെ തണുപ്പ് കൊണ്ട് നിൽക്കാൻ വേണ്ടി കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ടാവും. സംഭവം എന്നോട് സംസാരിച്ച് നേരമായി. ഞങ്ങള് തെറിക്കുകയാണെന്നാ കേട്ടോ. നിങ്ങള് ഇവിടെ താഴത്തേക്കല്ലേ? ഞങ്ങൾ വിട്ടാലോ? എവിടുന്നേലേക്ക് ഇനി അടുത്ത കാണാം. ഈ വിളി നോക്കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസങ്ങൾ ഇവിടെ അല്ലേ? ഞങ്ങളും ഉണ്ടാവും ഇവിടെ എവിടെയൊക്കെ ആയിട്ട്. ഇല്ലല്ല, നമുക്ക് അവിടെ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമുക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് നെയ്ച്ചോറായിരിക്കണം. നമുക്ക് നെയ്ച്ചോറൊക്കെ വെക്കാം. നെയ്ച്ചോറും ബീഫും വെക്കാം. ഉറപ്പാണ് നമ്മൾ ഒരുമിച്ചൊരു ക്യാമ്പ് ചെയ്യും. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങണം. ഞങ്ങൾക്ക് സാധനം കിട്ടണം. അപ്പോൾ ഇന്നും നമ്മൾ ഒരു എന്താ പറയുക, ഒരു അരുവി നമ്മുടെ അതിലിങ്ങനെ ഒഴുകുന്നുണ്ട്. അതിന് സൈഡാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവില്ല. കുക്കു ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുക്കറിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം ബക്കറ്റിലേക്ക് ഒഴിച്ച് ചൂടുവെള്ളത്തിൽ തുടച്ചെടുക്കാം ശരീരത്തെ. അല്ലാതെ എന്താ പറയുക, കഴിയണില്ല ഇവിടുത്തെ തണുപ്പ്. ഞങ്ങൾ നേരത്തെ കുളിക്കണമെങ്കിൽ അപ്പോൾ ഇന്ന് ഇർഷാദിനെ കണ്ടുമുട്ടിയതുകൊണ്ട് നമ്മൾക്കിന്ന് നേരം വൈകില്ലേ. അത് കുഴപ്പമില്ല, ഓനെ കണ്ട് കരുതി എന്നല്ല കേട്ടോ, ഓനെ കാണണം ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അതേതായാലും ഇന്നത്തെ കുളി ഞങ്ങൾ ഈ തരത്തിലേക്ക് മാറ്റി. അല്ലാന്നാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് ഇന്ന് പോകുള്ളായിരുന്നു. നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയാണ്, ഇന്ന് മുട്ടയുള്ളൂ. അപ്പോൾ മുട്ടയും കൂട്ടിയിട്ട് നമുക്ക് ചോറിനാം. ഇവിടെയൊക്കെ എന്താ പറയുക, ചിക്കനും ബീഫും ആണെങ്കിലും ഒക്കെ എന്താണെങ്കിലും, ഇനിയിപ്പോൾ പോർക്കോ എന്താണെങ്കിലും ഭയങ്കര വിലയാണ്. എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഡെയിലി കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി കൊടുത്ത് പരിപാടി വെക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ മുട്ട റോസ്റ്റ്, മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു 5 മുട്ടയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. നാളെ മുട്ടയൊക്കെ വാങ്ങേണ്ടി വരും. ഒക്കെ സ്റ്റോക്ക് ചെയ്യണം. നാളെയൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ചോർന്നു കിടക്കണം. കൊക്കൊക്കെ ഉറങ്ങി. എന്താ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇട്ട് ചെക്ക നല്ല കിടത്താം. ഞാൻ തന്നെ ഉറങ്ങാനുള്ള പരിപാടി. ഉറങ്ങാനല്ല, എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്. ഞാൻ ഈ നേരം വരെ എഡിറ്റിങ്ങിലായിരുന്നു. ആ ഗ്യാപ്പിൽ എപ്പോഴോ അവൻ കയറി സ്ലീപ്പിംഗ് ബാഗ് ചൂടാക്കി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ കയറി കിടന്ന് അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഏതായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.